السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن أحسن الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ ഭക്തന്മാരിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കണേ എന്നാമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ നാഥൻ നമുക്കേവർക്കും അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ ആഴ്ചത്തോടുകൂടി നമ്മൾ സൂറത്തു സബഅ അവസാനിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ തുടർന്നുള്ള ഏകദേശം 10-12ഓളം ക്ലാസ്സുകൾ സൂറത്തു നജ്മിനെ ആധാരമാക്കി നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇതൊരു വൈജ്ഞാനികമായ മത്സരം കൂടിയാണ്. മഹാനായ അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ സൂറത്തു നജ്ം 53-ാമത്തെ അധ്യായം ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. തഫ്സീറിൽ പറഞ്ഞ ഒരു റഫറൻസ് ഗ്രന്ഥമായിട്ട് അദ്ദേഹത്തിന്റെ സൂറത്തു നജ്മിനുള്ള വ്യാഖ്യാനത്തെ അവലംബിക്കുകയും അതോടൊപ്പം ബുധനാഴ്ച ഈ സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന ക്ലാസ്സിനെ കൂടി ബേസ് ചെയ്തായിരിക്കും ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ തഫ്സീറുകളിലുള്ളതിനെ മാത്രം അവലംബിക്കാതെ ക്ലാസ് കൂടി കൃത്യമായി അറ്റൻഡ് ചെയ്യുകയും വീണ്ടും ആവർത്തിച്ച് കേൾക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ ചോദ്യത്തോട് പ്രതികരിക്കാൻ പാടുള്ളൂ എന്ന് ആമുഖമായി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 2 ആഴ്ചയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള 5 ക്വസ്റ്റ്യനാണ് വരിക. അവസാനം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഓഫ്ലൈനിൽ സംഘടിപ്പിക്കുകയും ചെയ്യും. ചോദ്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. സൂറത്തു നജ്മ് എന്തുകൊണ്ടാണ് ഈ ഒരു അധ്യായം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുവാനുള്ള സന്മാർഗത്തിലേക്ക് അക്വമായ യഹ്ദീ ലില്ലത്തി ഹിയ അക്വം
ഏറ്റവും സ്ട്രെയിറ്റ് ആയ ഒരു പാതയിലേക്ക് നമ്മെ നയിക്കുന്ന ഗ്രന്ഥമാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ഇസ്തിഖാമത്ത്, അതാണ് അഖ്വം എന്ന് പറയുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. തഖ്വീമിന്റെ ഘടന, അവന്റെ സ്ട്രക്ചർ വളരെ അന്യൂന്യമാണ്. അതേപോലെ അന്യൂന്യമായിരിക്കണം അവന്റെ ആദർശവും. അതാണ് യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ഇസ്തിഖാമത്ത് വരുന്നത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു ആമൻതു ബില്ലാഹി തുമ്മ ഇസ്തഖീം. ഈ ഇസ്തിഖാമത്താണ് മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അപ്പൊ തൗഹീദും റിസാലത്തും ആഖിറത്തും മൂന്നും കൂടി സമന്വയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ മിക്ക ആയത്തുകളും അധ്യായങ്ങളും ഒക്കെ അങ്ങനെയാണ്. എന്നാൽ കുറച്ചുകൂടി ഹൃദയസ്പർശിയായ രൂപത്തിൽ അവതരിപ്പിക്കാവുന്ന ഒരു അധ്യായം എന്നുള്ള നിലക്കാണ് സൂറത്തുൻ നജ്മ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യ ഗൗരവത്തോടുകൂടി കേവലം മത്സരത്തിൽ പങ്കെടുക്കുക എന്നതിനപ്പുറം വഫി ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ എന്ന് പറയുന്ന പരലോകത്തിന് വേണ്ടി, പാരത്രിക വിജയത്തിന് വേണ്ടിയായിരിക്കട്ടെ നിങ്ങളുടെ മത്സരം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ രൂപത്തിലുള്ളൊരു മത്സരമായിട്ട് ഇതിനെ കാണണം. ഇവിടെ പ്രൈസ് ലഭിക്കുന്നതോ പ്രശംസിക്കപ്പെടുന്നതോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. അതൊക്കെ തിൽക ആജിലു ബുഷറൽ മുഅ്മിൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നിന്ന് അള്ളാഹു കൊടുക്കുന്ന പരലോക പ്രതിഫലത്തിന്റെ മുന്നോടിയായി കിട്ടുന്ന ഒരു അംഗീകാരം മാത്രമാണ്. പക്ഷെ അതിനാസ്പദമാക്കിയിട്ടായിരിക്കൽ ഒരിക്കലും നമ്മുടെ പാരത്രിക വിജയം നിർണയിക്കപ്പെടുന്നത്. വമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവൻ ഫാസ്, അവൻ പാസ്സാകും. ആ പാസ്സാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഖുർആനിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും, ഷെയർ ചെയ്യുന്നവർ ഇത് അവനവലിലേക്ക് തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവനും കരുണാവാനിധിയുമായ റബ്ബിന്റെ, അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹി അബ്തദിഉ, അല്ലെങ്കിൽ ബിസ്മില്ലാഹി ഇബ്തിദാഇ, ആ നാമത്തിലാണ്, ആ നാമധേയത്തിലാണ് എൻ്റെ ആരംഭം. കുല്ലു അംരിൻ ദീബാലിൻ ലം യബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. എന്തൊക്കെ നന്മയുണ്ടോ അതിലെല്ലാം നമ്മൾ പ്രാരംഭം കുറിക്കേണ്ടത് ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം അത് അനാഥമായി പോകുമെന്നാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ നന്മ. ആ നന്മ നമ്മൾ ആരംഭിക്കുന്നതും ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കും. പല അധ്യായങ്ങളുടെയും തുടക്കത്തിൽ നമ്മൾ ഈ വചനത്തെ വിശദീകരിച്ചത് കൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് ആയത്തുകളിലേക്ക് പ്രവേശിക്കാം. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വാവ് എന്നത് ലിൽ ഖസം, ശപഥം ചെയ്യാൻ, സത്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാവ്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ വല്ലാഹി,
വാവ് മാത്രമല്ല, വാവിൽ ഖസമുണ്ട്. ബാ വെച്ചിട്ട് സത്യം ചെയ്യും, ബില്ലാഹി എന്ന് പറയും. താ വെച്ചിട്ട് സത്യം ചെയ്യും, തല്ലാഹി എന്ന് പറയും. തല്ലാഹി ലഅക്കീദന്ന അസ്നാമക്കും എന്നൊക്കെ പറയുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വാവുൽ ഖസം, ബാ ഉൽ ഖസം, താ ഉൽ ഖസം എന്നൊക്കെ പറയുന്നത്. ഇവിടെ അള്ളാഹു വാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സൃഷ്ടികളിൽ ആരെയും പിടിച്ച് സത്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് അവന്റെ സിഫത്തുകൾ, ഇസ്മുകളൊക്കെ വെച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അതാണ് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. സത്യം ചെയ്യുക എന്നത് ഒരു ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ആ ആരാധനയിൽ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ ഫഖദ് അശ്റക, അവൻ മുശ്രിക്കായി എന്നതാണ്. കഅബയെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ആളുകളോട് റബ്ബുൽ കഅബ എന്ന് തിരുത്തി പറയാനാണ് പ്രവാചകൻ ആവശ്യപ്പെട്ടത്. വൽ കഅബ, കഅബ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് കഅബയെ കുറിച്ച് സത്യം ചെയ്യാൻ പാടില്ല. റബ്ബുൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് പറയാം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബുമായി, അവന്റെ ഇസ്മുകളുമായി, അവന്റെ നാമങ്ങളുമായി, അവന്റെ സിഫത്തുകളുമായി ബന്ധപ്പെടാത്ത സത്യങ്ങൾ വർജിക്കണം. അത് നമ്മെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് എത്തിക്കും എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് നമുക്കറിയാം. ശംസിനെ കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ട്, വശംസി വദുഹാഹ. രാത്രിയെ കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ട്, പകലിനെ കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ട്, ആത്മാവിനെ കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള പല പ്രതിഭാസങ്ങളെ കുറിച്ചും അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് നക്ഷത്രത്തെ കുറിച്ചാണ്, വന്നജം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സൂറത്തു മക്കിയാണ് എന്നതാണ്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് നുബുവത്തിന്റെ 5-ാമത്തെ വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഏതാനും ചില സ്വഹാബികൾ ഹബശീനിയയിലേക്ക് ഹിജറ പോകുന്നുണ്ട്. മക്കയിൽ സ്വൈര ജീവിതം സാധ്യമല്ലാതെ വന്നപ്പോൾ സ്വസ്ഥമായി ജീവിക്കാൻ നജ്ജാശി രാജാവിന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. അത് റജബിലാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം, നുബുവത്തിന്റെ 5-ാം വർഷം. ആ സമയത്താണ് ഈ വചനങ്ങൾ അവതരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖബ്ബലൽ ഖുർആൻ വഖ്തലഖഹു അൽ അഖ്വാൽ എന്നൊക്കെ പറഞ്ഞ് മുശ്രിക്കുകൾ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ്. മുഹമ്മദ് തന്നിഷ്ടപ്രകാരം എന്തൊക്കെയോ കെട്ടിച്ചമച്ച് പറയുകയാണ്. ഫഹിയ തുംല അലൈഹി ബുക്റതൻ വഅസീല, രാവും പകലും പൈശാചികമായ വചനങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോഴാണ് ഈ വചനങ്ങൾ അവതരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായിട്ട് ആദ്യമായി ഒരു അധ്യായം മുഴുവൻ ഓതി പ്രബോധനം നിർവഹിച്ച അധ്യായം അത് സൂറത്തുൻ നജ്മാണ് എന്നാണ്. പ്രവാചകന്റെ പാരായണത്തിലെ പല ഭാഗങ്ങളും കേട്ട് പലപ്പോഴും പല ആളുകളും ഇതിലേക്ക് ആകൃഷ്ടരാകുന്നതിന് തടസ്സം സൃഷ്ടിക്കണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായി പല ആളുകളും പ്രവാചകനെ പരിഹസിക്കാറുണ്ട്. അപ്പോ ഒരു ദിവസം ഇവരെല്ലാവരും കൂടി തീരുമാനം എടുക്കുകയാണ്, നമുക്ക് അതിന് തടയിടണം, അതുകൊണ്ട് ആരും മുഹമ്മദിന്റെ പാരായണം കേൾക്കുന്നതിന് വേണ്ടി പോകാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഇവർക്കാണെങ്കിലോ ഇവരുടെ ഭാഷയാണ് വിശുദ്ധ ഖുർആനിന്റെ വശ്യമായ ശൈലി ഇവരുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നവർക്ക് അറിയുകയും ചെയ്യാം. ഏതായാലും ആരും പോകരുത് എന്ന് പറഞ്ഞവർ തന്നെ മറ്റുള്ളവർ അറിയാതെ ഈ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി കഅബയുടെ അടുക്കലേക്ക് വരികയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്ം ഇങ്ങനെ ഓതി അവസാനം അസിഫത്തിൽ ലാസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ വതൽഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ എന്ന അവസാനത്തെ ആയത്ത് ഓതുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിലാവത്തിന്റെ സുജൂദ് നിയമമാക്കപ്പെട്ട ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൻ നജ്ം. അതിനവസാനത്തിലാണ് പറയുന്നത്
ആഖിറത്തിനെ കുറിച്ച്. ആദ്യം പറയുന്നതൊക്കെ തൗഹീദുണ്ട്, പിന്നെ റിസാലത്തുണ്ട്, അവസാനത്തിൽ വരുന്ന ആഖിറത്ത്, പരലോകത്തെ കുറിച്ച്. അത് സമാഗതമായാൽ ലൈസലഹ മിൻ ദൂനില്ലാഹി കാശിഫ, അതിനെ പ്രതിരോധിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഈ വൃത്താന്തം കേൾക്കുമ്പോൾ എളിച്ചു കാണിക്കാതെ കരയൂ നിങ്ങൾ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അശ്രദ്ധരായി ജീവിക്കുന്നത്? അൻതും സാമിദൂൻ, പ്രവാചകരെ, അശ്രദ്ധരായ ആളുകളെ താങ്കൾ വിട്ടേക്കൂ. ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ, അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കൂ, അവൻ ആരാധിക്കൂ എന്ന ആയത്ത് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിലാവത്തിന്റെ സുജൂദ് തിലാവയിലേക്ക് പോവുകയാണ്. ഖുർആൻ വിമർശിക്കാൻ വേണ്ടി, അതിനെ പരിഹസിക്കാൻ വേണ്ടി കട്ടുകേൾക്കാൻ വന്ന ശത്രുക്കൾ പോലും പ്രവാചകനോടൊപ്പം അറിയാതെ സുജൂദിലേക്ക് പോയി എന്നാണ്. ഉമയ്യത്ത് ബിനു ഖലഫ് എന്ന ധിക്കാരി മാത്രമാണ് അതിൽ നിന്ന് മാറി നിന്നത്. അവൻ ഒരു പിടി മണ്ണെടുത്ത് അത് നെറ്റിത്തടത്ത് വെച്ചു എന്ന. ഇത് ശത്രുക്കളും മക്കയിലുള്ള നബിയുടെ ബദ്ധവൈരികളൊക്കെയും സാഷ്ടാംഗം ചെയ്തു എന്ന വാർത്ത പ്രചരിച്ചു. പെട്ടെന്ന് തന്നെ മക്കയെ മുഴുവനും ആ വാർത്ത എത്തി. ദാ മുഹമ്മദിന്റെ വേദഗ്രന്ഥത്തിലേക്ക് അവൻ കെട്ടിച്ചമച്ച് പാരായണം ചെയ്യുന്നു എന്ന് നമ്മൾ പരിഹസിച്ച ആ വചനത്തിലേക്ക് മക്കക്കാരെല്ലാവരും ആകൃഷ്ടരായിരിക്കുന്നു എന്ന കിംവദന്തി അവിടെ പരന്നു. സത്യത്തിൽ അവർ സുജൂദ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവരും ഇസ്ലാം അംഗീകരിച്ചിട്ടും റസൂലുള്ളാഹിനെ വിശ്വസിച്ചിട്ടുമല്ല സുജൂദ് ചെയ്തത്. വിശുദ്ധ ഖുർആനിന് മനുഷ്യ മനസ്സുകളിൽ അവർ അറിയാതെ സ്വാധീനം ചെലുത്താനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണത്. ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്തർ, ഇത് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന ഒരു മാസ്മരിക ശക്തിയുള്ള ഒരു ബ്ലാക്ക് മാജിക് ആണ് എന്ന് അവര് പ്രചരണം നടത്തുന്നതിന്റെ അടിസ്ഥാനം അതാണ്. കേൾക്കരുത് എന്ന് വിചാരിച്ചവർ പോലും അവരെ കേൾക്കേണ്ടി വരുന്നു. സുജൂദ് ചെയ്യരുത്, പ്രവാചകനെ മുഹമ്മദിനെ അനുധാവനം ചെയ്യരുത് എന്ന് തീരുമാനിച്ചവർ പോലും പ്രവാചകനോടൊപ്പം സാഷ്ടാംഗം നമിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇതൊരു സിഹിറാണ് എന്നവർ പറയാനുള്ള കാരണം. സിഹിർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ വശീകരിക്കലാണല്ലോ. അത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. വിശുദ്ധ ഖുർആനിന് നമ്മൾ അറിയാതെ അതിലേക്ക് വശീകരിക്കാനുള്ള ശക്തിയുണ്ട്. അതവിടെ സംഭവിക്കുകയാണ്. അവസാനം ഈ വാർത്ത ഹബശീനയിലും എത്തി, എത്യോപ്യയിലെത്തി. എത്യോപ്യയിലേക്ക് ആദ്യം പലായനം ചെയ്ത വിലയിരുന്നാവുന്ന ആളുകൾ വിചാരിച്ചു, ഇനി ഞങ്ങൾക്ക് സ്വദേശത്തേക്ക് മടങ്ങാമല്ലോ. അവിടെ വെച്ച് അവരെല്ലാവരും ഖുറൈശികളൊക്കെ മുസ്ലിമായെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ ഇവിടെ തുടരുന്നത്? അങ്ങനെ അവർ യാത്ര തിരിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഷവ്വാലിൽ, റമദാൻ കഴിഞ്ഞ് ഷവ്വാലിൽ അവർ മക്കയിലേക്ക് തിരിച്ചെത്തി. അവർ വന്നിറങ്ങുമ്പോൾ വളരെ വലിയ പ്രതീക്ഷയിലാണ്. എല്ലാവരും മുസ്ലിമായി. ഇനി നമുക്ക് കുടുംബസമേതം സ്വസ്ഥമായി സമാധാനപരമായി സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കാം. അന്യ നാട്ടിൽ കഴിയുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായും ഉണ്ടാകുന്ന മനപ്രയാസത്തിന് ഒരു അറുതി വരുത്താമെന്ന സമാധാനത്തിലാണ് അവർ വരുന്നത്. പക്ഷെ അവർ വന്ന ഉടനെ തന്നെ കടുത്ത പീഡനങ്ങളാണ് അവർക്ക് ഏൽക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് അവർ അറിയുന്നത് ഇവരൊന്നും മുസ്ലിം ആയിട്ടില്ല പലരും. മറിച്ച് സൂറത്തുൻ നജ്മ് അവരുടെ യാത്രയ്ക്ക് ശേഷം അവതരിച്ച ഈ സൂറത്തുൻ നജ്മിന്റെ വശ്യസുന്ദരമായ വചനങ്ങൾ കേട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിർബന്ധിതാവസ്ഥയിൽ സാഷ്ടാംഗം നമിച്ചതാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നവർ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് എന്ന്. ഏതായാലും പിന്നീട് വീണ്ടും വലിയൊരു സംഘം 80-ൽ പരം ആളുകളെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അബശീനയിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ അവതരണ പശ്ചാത്തലത്തിൽ നടന്ന വളരെ പ്രസക്തമായ ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനങ്ങളൊക്കെ ഓതി അതിന്റെ ആശയങ്ങളൊക്കെ അവരെ ഗ്രഹിക്കുന്ന രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. എന്തുകൊണ്ടാണ് നജ്മിനെ കുറിച്ച് അള്ളാഹുവോട് സത്യം ചെയ്യുന്നത്? നമുക്കറിയാം, പ്രാചീന അറബികൾ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ അവരുടെ യാത്ര വിദൂരമായ വിജനമായ മരുഭൂമിയിലൂടെയും അതേപോലെ തന്നെ കടലിലൂടെയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ, ഇന്നിപ്പോ നമ്മൾ GPS ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ അക്കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന
ഒരു സംവിധാനമാണ് നക്ഷത്രം എന്നത്. വഅലാമാത്തിൻ വബിന്നജ്മി ഹും യഹ്തദൂൻ. നിങ്ങളുടെ വഴിയടയാളങ്ങൾ നിർണ്ണയിക്കാൻ നിങ്ങൾ നക്ഷത്രങ്ങളെ ഗൈഡായി സ്വീകരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നുണ്ട്. ഇതൊരു ഒരു ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ വെച്ച് അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിലുള്ള നിങ്ങളുടെ യാത്രക്ക് മാത്രമല്ല, നിങ്ങൾ വഴിയറിയാതെ അലയുമ്പോൾ, വഴി തെറ്റിയാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ നക്ഷത്രങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആത്മീയമായി വഴിതെറ്റി സഞ്ചരിക്കുകയാണ്, അബദ്ധസഞ്ചാരത്തിലാണ്, അലക്ഷ്യമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാ അതേ നക്ഷത്രത്തെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് അടുക്കാൻ, ആഖിറത്തിലേക്ക് എത്താൻ ഒരു ലക്ഷ്യമായി, ഒരു ദൃഷ്ടാന്തമായി, ഒരു അടയാളമായി നിങ്ങളെ മുമ്പിൽ അള്ളാഹു അവതരിപ്പിക്കുന്നു എന്ന സന്ദേശമാണ് ആദ്യമായിട്ട് അള്ളാഹു ഇതിലൂടെ അവർക്ക് നൽകുന്നത്. വന്നജ്ം, നക്ഷത്രത്തെ തന്നെയാണ് സത്യം എന്നുള്ള ആ ഒരു ശബ്ദം അതിലൂടെ അവരുടെ ഭൗതികതയെ തട്ടി ഉണർത്തുകയാണ് അള്ളാഹു യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ നക്ഷത്രത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലും അതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, സൂറത്തുൽ വാഖിഅയിൽ നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന ഒരു വചനമാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, അവിടെ നജ്മ് തന്നെയാണ് സത്യം എന്നല്ല, അവിടെ നജ്മിന്റെ സ്ഥാനപദങ്ങളെ കുറിച്ചാണ് സത്യം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രയോഗമാണ് മവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അള്ളാഹു അവിടെ പറയുന്നുണ്ട്, വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം, നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ നക്ഷത്രങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അത് വല്ലാത്തൊരു വിസ്മയമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിസ്മയത്തിൽ ആകൃഷ്ടനായിട്ടാണ് പലപ്പോഴും പ്രവാചകൻ വകാന കസീറൻ മിമ്മാ യർഫഉ റഅസഹു ഇലസ്സമാ, വാനലോകത്തേക്ക് പ്രവാചകൻ ധാരാളം സമയം തല ഉയർത്തി നടക്കാറുണ്ട്, ആകാശം നോക്കാറുണ്ട്. ഇലസ്സമാഇ കൈഫ റുഫിഅത്, എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടത് എന്നതിലേക്ക് അവർ നോക്കുന്നില്ലേ? അത് ഉയർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഈ ഭൂമിയെ അലങ്കൃതമാക്കുന്ന എത്രയെത്ര കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് നക്ഷത്രത്തിലൂടെ അള്ളാഹു അവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ബിമസ്വാബീഹ്, അതൊക്കെ വിളക്കുമാടങ്ങളാക്കി നിങ്ങൾക്ക് മാറ്റി തന്നിരിക്കുന്നു. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാണ്, ഞങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞു, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, ഞങ്ങളൊക്കെ തീരുമാനിച്ചു നമുക്ക് റസൂലുള്ളാഹിന്റെ കൂടെ ഇശാവും കൂടെ നമസ്കരിച്ച്, വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് പള്ളിയിലേക്ക് പ്രവാചകനെ കാണാനും പ്രവാചകന്റെ കൂടെ ജമാഅത്തായി നമസ്കരിക്കാനും ഒക്കെ. അപ്പൊ അവർ വിചാരിച്ചു നമുക്കിനി ഇശാ കൂടി കഴിഞ്ഞിട്ട് പോകാം. പ്രവാചകൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കണ്ടു, ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മാ സിൽതും ഹാഹുന, ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെയാണോ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ടില്ലേ? അവർ പറഞ്ഞു, നബിയെ നജ്ലിസു ഹത്താ നുസല്ലി മഅക്കൽ ഇശാ, ഇശാവും കൂടെ നിങ്ങളെ കൂടെ നിസ്കരിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നതെന്ന്. റസൂലുള്ളാഹി പറഞ്ഞു, അഹ്സൻതും, വെരി ഗുഡ്. ആ സമയത്താണ് പ്രവാചകൻ വാനലോകത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ ചൂണ്ടിക്കൊണ്ട് അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ഇതാ ഈ കാണുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ ആകാശത്തിനുള്ള സംരക്ഷണമാണത്. അമനത്തുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂം അത്തസ്സമാഅ മാ തുഅത്, നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമായാൽ വാനലോകത്ത് പിന്നെ പ്രസക്തിയില്ല, അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സംഭവിക്കും. ഫഇദൻ നുജൂമു തുമിസത് വഇദൽ കവാകിബു വഇദസ് സമാഉ ഫുരിജത്, നക്ഷത്രങ്ങൾ തുടച്ചു നീക്കപ്പെട്ടാൽ ആകാശം പിന്നീട് അപ്രത്യക്ഷമാകും, അതിന് നിലനിൽപ്പില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ വചനത്തിന്റെ ആശയമാണ് പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആന ആമനത്തുൽ ലി അസ്ഹാബി, അല്ലേ സ്വഹാബികളെ, നിങ്ങൾക്ക് ഞാനൊരു സംരക്ഷണമാണ്. ഫഇദാ ദഹബതു
അതാ അസ്ഹാബിമായു അതൂൻ, എന്റെ നിയോഗത്തിന് ശേഷം, എന്റെ വിയോഗത്തിന് ശേഷം എന്റെ അസ്ഹാബുകൾക്ക് എന്തൊക്കെ ഞാൻ ഭാവിയിൽ വരാനിരിക്കുന്നു എന്ന് പ്രവചിച്ചിട്ടുണ്ടോ അതെല്ലാം സംഭവിക്കും. അസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എന്നാൽ എന്റെ സഹാബികൾ ലോകാവസാനം വരെയുള്ള എന്റെ സമുദായത്തിനുള്ള സംരക്ഷണം ആണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ സഹാബികൾ പോയാൽ എന്റെ സമുദായത്തിന്റെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും അതെല്ലാം പ്രതീക്ഷിക്കാം. അഥവാ ഇദസ്സമാഉ ഫതറത് വഇദൽ ഖവാകിബു ഇൻതസറത്, ആകാശം ഇൻഫതറത് പൊട്ടിപ്പിളരുന്ന സന്ദർഭം, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, ഇതൊക്കെ ലോകാവസാനം വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങളുടെ വിയോഗത്തിന് ശേഷം ഓരോന്നോരോന്നായി ഇവിടെ സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്ഷത്രത്തെ ചൂണ്ടിക്കൊണ്ട് അവരോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദർശിച്ചിരുന്നത് അതാണ് ലഖസബുൽ ലൗ തഅലമൂന അളീം, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. പ്രവാചകൻ അതിന്റെ സകല രഹസ്യങ്ങളും അറിയുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രവാചകൻ നക്ഷത്രങ്ങളെ നോക്കി കരഞ്ഞത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അള്ളാഹു സത്യം ചെയ്ത് നോക്കൂ നിങ്ങൾ, ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ സ്ഥാനപദങ്ങൾ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? നക്ഷത്രങ്ങൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ അതിന്റെ സ്ഥാനത്തല്ല സത്യത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമായ സൂര്യൻ, സൂര്യന്റെ പ്രകാശം 15 കോടി കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റും 20 സെക്കൻഡും വേണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റും 20 സെക്കൻഡും വേണം. 1000 മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിൽ നമ്മൾ സൂര്യനിലേക്ക് പുറപ്പെട്ടാൽ അസാധ്യമാണ്. എന്നാൽ സങ്കല്പിക്കുക, 17 വർഷം എടുക്കുമെന്നാണ് സൂര്യനെത്താൻ. അപ്പൊ ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സൂര്യനാകുന്ന ആ നക്ഷത്രം യഥാർത്ഥത്തിൽ അതിന്റെ സ്ഥാനത്തല്ല ഉള്ളത്. അത് 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ് നമ്മൾ കാണുന്നത്, പ്രകാശവർഷത്തിൽ, നമ്മുടെ സാധാ സമയത്തിലല്ല. മവാഖിഉൻ നുജൂം എന്ന് പറയുന്നതിലെ ആ അത്ഭുതം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇനി സൂര്യനിൽ നിന്ന് പിന്നെ ഏറ്റവും അടുത്ത നക്ഷത്രമായിട്ട് പിന്നെ നമ്മൾ പരിചയപ്പെടാറുള്ള ആൽഫ ന്യൂട്രോ എന്ന് പറയുന്ന നക്ഷത്രമുണ്ട്. ആൽഫ സെന്റോറി എന്ന് പറയുന്ന നക്ഷത്രം. ഈ നക്ഷത്രത്തിന് പ്രകാശവർഷം 4 പ്രകാശവർഷം എടുക്കുന്ന 4 പ്രകാശവർഷം, അഥവാ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് ഈ ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അതിന്റെ വെളിച്ചമെത്താൻ 4 പ്രകാശവർഷം എടുക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് സയൻസ് പോലും പറയുന്നത് നക്ഷത്രങ്ങളൊക്കെ പ്രേതങ്ങളാണ്. എന്നോ നശിച്ചുപോയ, എന്നോ മരിച്ചുപോയ, അല്ലെങ്കിൽ എന്നോ നീങ്ങിപ്പോയ അതിന്റെ സ്ഥാനപദങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആ യഥാർത്ഥത്തിലുള്ള ആ നക്ഷത്രത്തെ അല്ല. അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലതും 1000, 2000, 3000 വർഷം മുമ്പ് നശിച്ചു പോയിട്ടുണ്ട്, തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ അതില്ല. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത് കാണുന്നത് എന്തുകൊണ്ടാ? അതിന്റെ സ്ഥാനപദത്തുണ്ടായിരുന്ന ആ വെളിച്ചം മാത്രമാണ്. ഇന്ന് പ്രപഞ്ചത്തിൽ ആ നക്ഷത്രം നിലവിലില്ല എന്നാ പറയുന്നത്. ഈ രൂപത്തിൽ മഹാത്ഭുതങ്ങളുടെ കലവറയാണ് നക്ഷത്രങ്ങൾ. അതുകൊണ്ടാണ് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ സ്ഥാനപദങ്ങളെ കുറിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അല്ലാഹു പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് വഇന്നഹു ലഖസമുൽ ലൗ തഅലമൂന അദീം, ഇതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ സംഭവം, ഈ സത്യം എന്നുള്ളത് ഒരു മഹാസംഭവമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. തുടർന്ന് അല്ലാഹു പറയുന്നത് എന്താണ്? വഇന്നഹു ലഖുർആനുൻ കരീം,
ഉണ്ടോ? ഇന്നഹു ലഖുർആനുൻ കരീം. ഇത് ഇന്നഹു തീർച്ചയായും ഈ പറയുന്ന ഈ വേദഗ്രന്ഥം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ലഖുർആനുൻ കരീം, കരീമായ വളരെ ഉദാരമായ സന്മാർഗദർശനമായ വിശുദ്ധ ഖുർആനാണ്. ഈ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഖറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവതീർണമായത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൻ നജ്മി ഇദാ ഹവ എന്ന് പറയുന്ന ഈ ആയത്തിൽ ഇദാ ഹവ മാ വല്ല സാഹിബുക്കും വമാ ഗവ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. അപ്പൊ മാ വല്ല സാഹിബുക്കും വമാ ഗവ, ഈ ഉതിർന്നു വീഴുന്ന നക്ഷത്രങ്ങളെ തന്നെയാണ് സത്യം. ഹവ എന്ന് പറഞ്ഞാൽ നസല ഇറങ്ങി വരുന്നത് എന്നർത്ഥമുണ്ട്, സഖത്ത പതിക്കുന്നത് എന്നർത്ഥമുണ്ട്, ഗോബ അതേപോലെ അപ്രത്യക്ഷമാകുന്നത് എന്നർത്ഥമുണ്ട്. മറ്റൊരു വിഷയം, വിശുദ്ധ ഖുർആൻ നക്ഷത്രത്തിന്റെ ലക്ഷ്യമായി പറഞ്ഞത് സൂറത്തു മുൽക്കിൽ നമുക്ക് കാണാം. സയ്യന്ന സമാ അദ്ദുന്യ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ മാ വല്ല സാഹിബുക്കും വമാ ഗവ എന്ന് പറയുമ്പോൾ ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിശാചിനെ അകറ്റാൻ, പിശാചിനെ എറിയാനുള്ള ഉൾക്കകളായിട്ട് വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്വാനിൻ മാരിദ് സൂറത്തു സോഫാത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. പിശാചിനെ എറിയാനുള്ള യന്ത്രമായിട്ട്, ഉപകരണമായിട്ട്, ഉൾക്കകളായിട്ട്. കാരണം ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് പിശാചുക്കൾ വാനലോകത്ത് നടക്കുന്നതിനെ കെട്ടുകേൾക്കുന്ന ഇസ്തിറാക്ക് സംഭവിച്ചിരുന്നു, കട്ടുകേൾവി. അതിനെ പ്രതിരോധിച്ചത് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടു കൂടിയാണ്. സൂറത്തു ജിന്നിലൊക്കെ ആവശ്യം വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ പിശാചുക്കളെ അകറ്റാനുള്ള ഒരു പ്രതിഭാസമായിട്ട്, ഒരു വസ്തുവായിട്ട് നക്ഷത്രങ്ങളെ പറയുന്നു. മനുഷ്യനെ വഴി പിഴപ്പിക്കുന്ന, വലാലത്തിലേക്ക് എത്തിക്കുന്ന പൈശാചികതയെ അകറ്റാനുള്ള ഒരു മാർഗമായിട്ട് പരിശുദ്ധ ഖുർആനും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നഹു ലഖുർആനുൻ കരീം, നേരത്തെ ആദ്യം പറഞ്ഞ സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം എന്ന് പറഞ്ഞാൽ അവിടെ മുഫസ്സിറുകൾ പറയുന്നുണ്ട് ഈ നജ്മ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണെന്നാണ്. കാരണം ഖുർആൻ നമുക്കറിയാലോ, മുനജ്ജമാണ് ഖുർആൻ, നജ്മിൽ നിന്ന് വന്നതാണ്. മുനജ്ജം എന്ന് പറഞ്ഞാൽ 23 വർഷം കൊണ്ട് അല്പാൽപമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന് പിശാചിനെ അകറ്റാൻ, അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഖറഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ പാരായണം, ഖുർആനിലെ സൂറത്തുൽ ബഖറ നിരന്തരമായി പാരായണം ചെയ്യണം. ഫഇന്ന ശൈത്വാന യഫിറു മിനൽ ബൈത്തില്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ അതേപോലുള്ള അധ്യായങ്ങൾ, ആയത്തുകളൊക്കെ ഓതുമ്പോൾ പിശാച് ഉൾക്കകൾ കൊണ്ട്, നക്ഷത്രങ്ങൾ കൊണ്ട് എറിയുമ്പോൾ എങ്ങനെയാണോ ഓടി അകലുന്നത്, അതേപോലെ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ ചിന്തകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് പിശാചിനെ ആട്ടി അകറ്റുന്ന നജ്മാണ് വിശുദ്ധ ഖുർആൻ. അതാണ് വബിന്നജ്മി ഹും യഹ്തദൂൻ എന്ന് ഖുർആൻ പറഞ്ഞത്. നക്ഷത്രം നിങ്ങൾക്ക് വഴി അറിയാൻ വേണ്ടി മാത്രമല്ല, അലാമാത്തുകളായിട്ട് മാത്രമല്ല, വഴി തെറ്റിയാൽ സഞ്ചരിക്കാൻ വേണ്ടി. നമുക്കറിയാം എയറോനോട്ടിക്കൽ ഏവിയേഷനിലൊക്കെ നക്ഷത്രങ്ങൾ ആസ്പദമാക്കിയിട്ടാണ്. അതിൽ പല പേരുകളും അറബി പേരുകളാണ് അവർ നക്ഷത്രത്തിന് പോലും കിട്ടുന്നത്. കാരണം അറബിയൻ സയന്റിസ്റ്റുകളാണ് അതിന് പലതും അവർ കണ്ടെടുത്തിട്ടുള്ളത്. സുറയ്യ നക്ഷത്രം, സഹലുണ്ട്, സഹറയുണ്ട്, അതേപോലെ തന്നെ അത്തീർ അറബി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത്തീർ എന്ന് എഴുതും. അതേപോലെ തന്നെ ഫമുൽ ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന്റെ വായ. ഇതൊക്കെ നക്ഷത്രത്തിന് അറബിയിൽ അവരിട്ട പേരുകളാണ്. ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുന്നവര് ഇതേപോലുള്ള നക്ഷത്രങ്ങളുടെ നാമങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. ഇതിനെ അവലംബിച്ചുകൊണ്ടാണ് അവരുടെ റഡാർ സിസ്റ്റം പോലും സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് മനുഷ്യനെ ഭൗതികമായ വഴി തെറ്റുന്നതിൽ നിന്ന് നേർമാർഗത്തിലേക്ക് നയിക്കാൻ നക്ഷത്രങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ആത്മീയമായി വഴി അറിയാതെ തെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ
നേർവഴിയിലേക്ക് നയിക്കാൻ വിശുദ്ധ ഖുർആനാകുന്ന ഈ ഗ്രന്ഥത്തിന് സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നജ്ം വൻ നജ്മി ഇദാ ഹവ, കാരണം അത് മാർഗദീപമാണ്, ഹിദായത്തിന്റെ മാർഗമാണ്. അവിടെയും വബിൻ നജ്മി ഹും യഹ്തദൂൻ എന്നാ പറഞ്ഞത്. അതേ ഖുർആൻ തന്നെയാണ് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. രണ്ടും ഹിദായത്തിനുള്ളതാണ്, രണ്ടും മാർഗദർശനത്തിനുള്ളതാണ്. നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും അറിയുമ്പോഴും അത് പാരായണം ചെയ്യുമ്പോഴുമൊക്കെ അതിലൂടെ സന്മാർഗത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന സന്ദേശമാണ് അവിടെ നൽകുന്നത്. മാ വല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ സ്വാഹിബിന് പിഴച്ചിട്ടില്ല. വല്ല അഗവ, രണ്ടും ഒരു അർത്ഥം തന്നെയാണ്. വല്ല എന്ന് പറഞ്ഞാലും ഒഗവ എന്ന് പറഞ്ഞാലും പിഴച്ചു എന്നാണ് അർത്ഥം. പക്ഷെ രണ്ടും സൂക്ഷ്മതലത്തിൽ വ്യത്യാസമുണ്ട്. വല്ല എന്ന് പറയുന്നത് അറിയാതെ പിഴക്കുന്നതിനാണ്, പഠിക്കാതെ പിഴക്കുക, അല്ലേ? നമ്മളെ കുറെ ആളുകൾ അങ്ങനെയാണല്ലോ. എന്താണ് ഇസ്ലാം, എന്താണ് ഖുർആൻ, ഇതൊന്നും അറിയാതെ താന്തോന്നികളായി ജീവിക്കുന്ന ആളുകളുണ്ട്. അതിനാണ് വല്ല് എന്ന് പറയുന്നത്. ഗവ എന്ന് പറഞ്ഞാലോ അത് സത്യം വ്യക്തമായി അറിഞ്ഞിട്ടും അതിനെ നിരാകരിക്കുക. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, അതാണ് ഗയ്യ്. ഗയ്യിൽ നിന്നാണ് ഈ ഗവ വരുന്നത്. കണ്ടോ, മതത്തിൽ ബലാത്കാരമില്ല. ഉറങ്ങുന്നവരെ ഉണർത്താമല്ലോ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. ഈ ഉറക്കം നടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവയുടെ ആളുകൾ ചെയ്യുന്നത്. കാരണം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് സത്യം. മക്കയിലെ മുശ്രിക്കുകൾക്കും അറേബ്യയിലെ ഖുറൈശികൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രവാചകനെ സത്യസന്ധനാണ്. സ്വാഹിബുക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ. ഈ കൂട്ടുകാരന് ഈ 40 വർഷം അവർക്കിടയിൽ ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു അബദ്ധങ്ങളോ തെറ്റോ ചെയ്തിട്ടുണ്ടോ? വല്ലാഹി മാ ജറബന അലൈഹി കദിബൻ ഖത്തു എന്നാണ് ശത്രുക്കൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹുവാണ് സത്യം. കളവിന്റെ ലാഞ്ചന പോലും ഈ 40 വർഷത്തിന്റെ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രവാചകൻ ആദ്യമായി അന്തിർ അഷീറത്തക്കൽ അഖ്റബീൻ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ അവർ പറഞ്ഞ മറുപടിയാണ് അബൂജഹൽ അടക്കമുള്ളവർ, ഞങ്ങൾ എന്തിനാ വിശ്വസിക്കണം? കാരണം കളവിന്റെ ലാഞ്ചന പോലും ഇക്കാലം അത്രയും അങ്ങിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അവർക്കറിയാവുന്ന ഒരു പ്രവാചകൻ, വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അവരിൽ നിന്നും തന്നെയാണ് പ്രവാചകനെ അള്ളാഹു കൊണ്ടുവന്നത്. വേറെ ഏതോ നാട്ടിൽ കുറെ കാലം ജീവിപ്പിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കിയതല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് സംശയിക്കാമായിരുന്നു, അദ്ദേഹത്തിന്റെ പൂർവ്വ ഹിസ്റ്ററി അറിയാത്തത് കൊണ്ട് തന്നെ. ഇതൊരിക്കലും ഒരു സംശയത്തിന്റെ ലാഞ്ചന പോലും അവർക്കിടയിൽ അവശേഷിക്കാത്ത രൂപത്തിൽ സംശുദ്ധമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് അവരുടെ കൂട്ടുകാരനാക്കി വളർത്തിയെടുത്തു പ്രവാചകനെ, സ്വാഹിബാക്കി. ആ സ്വാഹിബിന് എല്ലാ അർത്ഥത്തിലുമുള്ള വ്യതിചലനങ്ങളിൽ നിന്നും വ്യതിയാനങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. അതാണ് മാ വല്ല വമാ ഗവ. മാ വല്ല, അദ്ദേഹം അറിയാതെ പിഴച്ചിട്ടില്ല. വമാ ഗവ, അറിഞ്ഞുകൊണ്ടും പിഴച്ചിട്ടില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ഗവ എന്നതിന്റെ വിപരീതം, അല്ലെങ്കിൽ ഗയ്യ് എന്നതിന്റെ വിപരീതമാണ് റുശ്ദ്. അതാണ് പിന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളെ ലഅല്ലക്കും യർഷുദൂൻ എന്നൊക്കെ പറയുന്നത്. ഹബ്ബബ ഇലൈനൽ ഈമാന വസയ്യൻഹു ഫി ഖുലൂബിക്കും വകറഹ ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. എല്ലാവിധ വക്രതയിൽ നിന്നും എല്ലാവിധ വ്യതിചലനങ്ങളിൽ നിന്നും ഗയ്യിൽ നിന്നും ഇസ്യാൻ ധിക്കാരത്തിൽ നിന്നും അനീതിയിൽ നിന്നും രക്ഷപ്പെട്ടവൻ അവനാണ് ഉലൈക ഹുമുർ റാഷിദൂൻ. അതാണ് റുഷ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ അവന്റെ വിപരീതമാണ് റുഷ്ദ്. അപ്പൊ ആ രണ്ടർത്ഥത്തിലുമുള്ള വ്യതിചലനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിട്ടില്ല. യന്തിഖു, ആ പ്രവാചകൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. അനിൽ ഹവ, ഹവക്കനുസരിച്ച് സംസാരിക്കുന്നില്ല. നേരത്തെ ഹവ, ഇതാ ഹവ എന്ന് പറഞ്ഞു അല്ലെ? അതേ ഹവ തന്നെയാണ് ഇവിടെയും. എന്താ ഇതാ ഹവ എന്ന് പറഞ്ഞാൽ അവിടെ വെർബായിട്ടാണ് അത് പറഞ്ഞത്. ആ നക്ഷത്രം താഴോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഉതിർന്നു വീഴുമ്പോൾ, നിലം പതിക്കുമ്പോൾ എന്നൊക്കെ അർത്ഥത്തിലാണ് അവിടെ ഫിഅലായിട്ട് പറഞ്ഞു. ഇവിടെ ഹവ എന്ന് പറഞ്ഞാൽ ഇസ്മാണ്.
അൽ എന്നുള്ളത് ഇസ്മിന്റെ കൂടെ വരുള്ളൂ, ഫിഅലിന്റെ കൂടെ അൽ എന്ന അവ്യയം വരില്ല, മാരിഫയായിട്ട് അത് അങ്ങനെ പറയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഹവ എന്ന് പറയുന്നത് ഇസ്മാണ്, ദേഹേച്ഛ. സത്യത്തിൽ സൂക്ഷ്മതലത്തിൽ രണ്ടും ബന്ധമുണ്ട്. ഹവ എന്ന് പറഞ്ഞാൽ നസല അല്ലെങ്കിൽ അവാവ, അപ്രത്യക്ഷമായി, തെറ്റി, ഇറങ്ങി എന്നൊക്കെയാണ് അർത്ഥം വെർബാകുമ്പോൾ. ഹവ എന്ന് പറയുമ്പോൾ ഇസ്മാകുമ്പോഴോ അല്ലെങ്കിൽ നൗണാകുമ്പോൾ അത് ദേഹേച്ഛ. ദേഹേച്ഛ എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ പാതയിൽ നിന്നുള്ള തെറ്റലാണ്. ശുദ്ധ പ്രകൃതം, ഫിത്രത്തുൻ സലീമ, ഖലഖ്തു ഇബാദി ഹുനഫാ ഫജ്തലതഹും ശൈത്താനു എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞതായിട്ട്, ഞാൻ ശുദ്ധ പ്രകൃതത്തിൽ ഹുനഫാ, ഋജുമാനസ്കനായിട്ടാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്, പക്ഷെ പിശാച് വന്ന് അവരെ വ്യതിചലിപ്പിക്കുന്നു. അതാണ് ഹവ എന്ന് പറഞ്ഞാൽ. ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഫിത്രത്തിൽ നിന്ന്, ശുദ്ധ പ്രകൃതത്തിൽ നിന്ന് അവൻ വ്യതിചലിക്കുകയാണ്. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയത് പറയുന്നവനല്ല പ്രവാചകൻ. വമായന്തിഖു അനിൽ ഹവ, ദേഹേച്ഛക്കനുസരിച്ച് സംസാരിക്കുന്നതല്ല പ്രവാചകൻ. മതപരമായ കാര്യങ്ങളിൽ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും പ്രവാചകൻ തന്റെ ഇഷ്ടം പറയും. ഒരിക്കൽ മദീനയിൽ ആളുകൾ ഇങ്ങനെ ഈ പരാഗണം നടത്തുന്നത് കണ്ടപ്പോൾ, ഈത്തപ്പഴം നല്ല സുലഭമായി സുഭിക്ഷമായി ലഭിക്കുന്നതിന് വേണ്ടി പരാഗണം നടത്തുന്ന പ്രവണത അവരുണ്ടായിരുന്നു. പ്രവാചകൻ അത് കണ്ടപ്പോൾ പറഞ്ഞു, ലൗലം യഫ്അലു ലസലുഹ, അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അത് നാച്ചുറലായിട്ട് അങ്ങനെ നടക്കില്ലേ? നടക്കും. നമ്മളെ പല പുഷ്പങ്ങളും പൂവുകളും തേനും പിന്നെ നൽകുന്നതൊക്കെ നാച്ചുറലായിട്ട് കാറ്റിലൂടെ, ഇന്ന രീഹല വാക്കിഹ് എന്ന് പറയുന്നുണ്ട്. വാക്കിഹിൽ പരാഗണം നടക്കുന്നതിന് കാറ്റുകൾ സഹായകരമാണ്. പക്ഷെ ഇവർ അതിന്റെ പൂമ്പൊടിയെടുത്ത് മറ്റൊരു പിന്നെ കുലയിൽ വെച്ച് കൂടുതൽ ഫലമുണ്ടാക്കുന്നതിന് വേണ്ടി അവർ പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകന്റെ ഭൗതികമായ അറിവ് വെച്ചിട്ട് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവരിനെ നബി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ ആ പണി നിർത്തിവെച്ചു. പിറ്റത്തെ വർഷം വിളവെടുക്കാൻ ചെന്നപ്പോ വളരെ കുറഞ്ഞ രൂപത്തിലാണ് അവർക്ക് വിളവെടുക്കാൻ സാധിച്ചത്. അവരെല്ലാവരും പ്രവാചകനോട് പറഞ്ഞു, നബിയെ നിങ്ങളിത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങളിത് ഒഴിവാക്കിയത്, അതുകൊണ്ട് ഇപ്രാവശ്യം വിളവ് വളരെ കുറഞ്ഞു പോയി. റസൂൽ പറഞ്ഞു, ഇൻകാന ശൈഅൻ മിൻ അംരി ദുനിയാക്കും ഫശഅ്നുകും ബിഹി വഇൻ കാന മിൻ അംരി ദീനിക്കും ഫഇലയ്യ. ഇതിന്റെ പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളിലേക്ക് വന്നത് വഹി അനുസരിച്ച് സംസാരിക്കുന്നത് മതപരമായ കാര്യങ്ങളിലായിരിക്കും. ഇത് നിങ്ങളുടെ അംരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിന്റെ വിഷയത്തിലാണ്. അവിടെ എങ്ങനെ വിളവെടുക്കണം, ഏത് കൃഷി ചെയ്യണം, എപ്പോൾ വിളവെടുക്കണം, ഇതൊക്കെ തീരുമാനിക്കാനല്ല എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. വമാ യന്തിഖു അനിൽ ഹവ, വഹി അനുസരിച്ച്, ഹവ ഇച്ഛക്കനുസരിച്ച് സംസാരിക്കില്ല എന്ന് പറഞ്ഞത് ഇൻഹുവ ഇല്ല വഹയ്യ യൂഹ, ദിവ്യ സന്ദേശം മതപരമായ കാര്യങ്ങളിൽ. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം, ജനങ്ങൾക്ക് പ്രവാചകന്മാരെ മാതൃകായോഗ്യരാക്കിയത് അവർക്ക് നൽകപ്പെടുന്ന വഹി അടിസ്ഥാനത്തിൽ ഇബാദത്ത് എങ്ങനെ ചെയ്യണം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ സക്കാത്ത് കൊടുക്കണം, എങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്യണം, ഇത് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് അങ്ങനെ വല്ല വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇലയ്യ, അതിലെ സംശയ നിവാരണത്തിന് വേണ്ടി എൻ്റെ അടുക്കലേക്ക് വരാം. അപ്പോൾ പ്രവാചകന് സംസാരിച്ചതെല്ലാം വഹിയല്ല, മറിച്ച് മതപരമായുള്ള കാര്യങ്ങൾ. എന്താണ് ഇൻ ഹുവ, അത് അല്ല, അത് എന്ന് പറഞ്ഞാൽ ആ വഹി അഥവാ ഖുർആൻ, ഇല്ല വഹി യൂഹ, യൂഹ എനിക്ക് എന്നിലേക്ക് നൽകപ്പെടുന്ന വഹയല്ലാതെ അല്ല മതപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന ആ വഹയാണ് പ്രവാചകൻ ആദ്യമായിട്ട് ഹിറാ ഗുഹയിൽ കിട്ടിയത്. അതാണ് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, വളരെ ഭാരമുള്ള ചില വചനങ്ങൾ, അതാണ് വഹി. അത് താങ്കൾക്ക് നാം ഇറക്കിത്തരും. തുടക്ക കാലഘട്ടത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് പറയാണ്. അതുകൊണ്ടാണ് ആയിഷ ബി പറയുന്നത്, ഇത് നല്ല ഭാരമുള്ളതാണ്. പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് വഹി വരാറുള്ളത് നബിയെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസ്ല സൽസലത്തിൽ ജറസ്, മണിയടിക്കുന്ന, എനിക്ക് വഹി വരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ മണിനാദം മുഴങ്ങുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുമെന്നാണ്. വഹു അശദ്ദുഹു അലൈ, അതാണ് എനിക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രവാചകന്റെ വഹി വരുമ്പോൾ, കാരണം ഇത് ഭാരമാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലൻ, സഖീലുണ്ട്, ഭാരമാണ് ഈ വഹി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തണുത്ത രാത്രിയിൽ പോലും ഫിൽ യൗമി ശദീദിൽ ബർദ്, ആയിഷ ബി പറയാണ്,
നല്ല തണുത്തുറഞ്ഞ രാത്രിയിൽ പോലും വഹി ലഭിക്കുമ്പോൾ പ്രവാചകൻ വിയർത്തൊലിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ മനസ്സിലാവും നബിക്ക് ഇപ്പൊ വഹി വരുന്നുണ്ട് എന്നുള്ളത്. കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്തൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ വഹി വരുമ്പോൾ ഭാരം താങ്ങാൻ കഴിയാതെ ഒട്ടകം നിലത്ത് അമർന്നിരുന്നിരുന്നു എന്നൊക്കെ സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്, അത്രയും വലിയതാണ് വഹി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് അത് നിലച്ചപ്പോൾ അവർ വല്ലാതെ പ്രയാസപ്പെട്ടത്, അല്ലേ? പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉമ്മു ഐമൻ, പ്രവാചകന്റെ പത്നിയായ ഉമ്മു ഹബീബയുടെ ഭൃത്യയായിരുന്ന ഉമ്മു ഐമനെ സന്ദർശിക്കാൻ, കാരണം പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, അവരെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകന് പലപ്പോഴും അവരെ സന്ദർശിക്കാറുണ്ട് പ്രവാചകൻ, വൃദ്ധയായ അവരെ. അപ്പൊ പ്രവാചകന്റെ ആ ഒരു സ്നേഹപ്രകടനത്തിന് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കൂടി ഉമ്മു ഐമനെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. പ്രവാചകൻ വഫാത്തായിട്ട് ഒരു 3-4 ദിവസത്തിന് ശേഷം ഇവരെ കണ്ടപ്പോ ഉമ്മു ഐമൻ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുകയാണ്, എന്തിനാണ് മാ യുബ്കീകി അമ്മാ തഅലമീന അന്ന മാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂലില്ലാ, റസൂലുള്ളാഹിക്ക് ദുനിയാവിൽ നിന്ന് വലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ എന്നല്ല അള്ളാഹു പറഞ്ഞത്. ദുനിയാവിനേക്കാൾ എത്രയോ ഉത്തമമാണ് നബിയെ താങ്കൾക്ക് പരലോകം. ആ ഉത്തമമായതിലേക്കല്ലേ പ്രവാചകൻ പോയത്? അതിന് താങ്കൾ അങ്ങെപ്പോഴും കരയണോ എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത്, അനാരിഫഹാദ, എനിക്കറിയാം റസൂലുള്ള പോയത് ഇവിടത്തേക്കാൾ എത്രയോ ഉത്തമമായ ജീവിതത്തിലേക്കാണ്. പക്ഷേ വലാക്കിൻ അബ്കി അന്നൽ വഹ്യ ഖദ് ഇൻതഖഅ മിനസ് സമാ, ജിബ്രീൽ എന്ന മലാക്ക ഇനി ആ ദിവ്യ സന്ദേശവുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് ഞാൻ കരയുന്നത് എന്നാണ്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സംഭവം, അത് ശരിയാണല്ലോ, ഇനി ജിബ്രീൽ ആ വഹയുമായിട്ട് വരില്ലല്ലോ എന്ന കാര്യം ഓർമ്മ വരുന്നത്. അത് കേട്ടപ്പോൾ അവരും ഉമ്മു ഐമനോടൊപ്പം പൊട്ടിക്കരഞ്ഞു എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അത്രയും മഹത്തായ ഒരു സന്ദേശമാണ് വഹി എന്ന് പറയുന്നത്. ആ വഹീന്റെ വാഹകരാണ് യഥാർത്ഥത്തിൽ നമ്മൾ. വിശുദ്ധ ഖുർആൻ മുഴുവനും ആ വഹിയാണ്. അതുകൊണ്ട് വഹി നമ്മിലൂടെയാണ് ആ ദിവ്യ സന്ദേശം ജീവിച്ചിരിക്കുന്ന ഖുർആനായി മാറാൻ ഈ ദിവ്യ സന്ദേശത്തെ ആവാഹിക്കുകയും അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ദൗത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين.